الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹാധീനരായ സഹോദരി സഹോദരന്മാരെ, ഒരു വളരെ പഠനാർഹമായ ഒരു വിജ്ഞാന വിരുന്നിലാണ് നമ്മളുള്ളത്. ഈ സൗകര്യം ഏർപ്പെടുത്തിയ, ഇതിനുവേണ്ടി പരിശ്രമം ചെയ്ത നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിഷയമായ അഖീദ പഠനത്തിലേക്ക് പ്രവേശിക്കട്ടെ. അഖീദ പഠനത്തിൽ നമ്മൾ വഹിക്കുന്നത് ഷേഖ് സാലിഹ് ഫൗസാൻ ബിൻ അൽ ഫൗസാൻ്റെ അൽ ഇർഷാദു ഇല സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന പുസ്തകമാണ്. ഏകദേശം ആ പുസ്തകം ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ 4ാം പാഠമായ വിഷയം ബയാനു നമാദിജി മിനൽ ബിദ്അൽ മുആസറ എന്നാണ്. കാലികമായ ആധുനികമായ ബിദ്അത്തുകളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഇതിനുള്ളത്. ഇതിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായും കടന്നു വരുന്നത്. 3 വിഷയങ്ങളാണ് അദ്ദേഹം ഇതിൻ്റെ ആമുഖത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അൽ ഇഹ്തിഫാലു ബിൽ മൗലിദിൻ നബവി, മൗലൂദ് ആഘോഷിക്കുന്നതിൻ്റെ, പ്രവാചക ജന്മദിനം ആഘോഷിക്കൽ. 2, അത്തബറുക് ബിൽ അമാകിനി വൽ ആസാരി വൽ അംവാതി വനഹ്വി ദാലിക, സ്ഥലങ്ങൾ, വ്യക്തികൾ, ചില ആസാറുകൾ, അടയാളങ്ങൾ എന്നയുമായി ബന്ധപ്പെട്ടുള്ള ബർക്കത്തെടുക്കൽ. 3, അൽ ബിദ്ഉ ഫി മജാലിൽ ഇബാദാതി വത്തഖറുബി ഇലല്ലാഹ്, ഇബാദത്തുകളിൽ കണ്ടുവരുന്ന ബിദ്അത്തുകളും. ഇന്ന് ഇതിലേറ്റവും പ്രധാനമായ ഭാഗമായ അൽ ഇഹ്തിഫാലു ബിൽ മൗലിദിൻ നബവി എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുമുമ്പ് നമുക്കറിയാം എന്താണ് ബിദ്അത്ത് എന്നുള്ളത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്ദാസു മാ ലം യകുൻ ഫി അഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദഅ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ച പദമാണ്. ബദിഉസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറയാൻ ഉപയോഗിച്ചത് ബദിഉൻ എന്നാണ് ഉപയോഗിച്ചത്. ബദഅ എന്ന പദമാണ്. ബദഅ അല്ല, ബദഅ ഐനാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തതിനെ പിന്നെ ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായൊരു തലമുണ്ട്. ഇവിടെ മതത്തിലുള്ള ബിദ്അത്താണ്. അതായത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇബാദത്താവുകയും അത് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയും എന്ന് ചെയ്ത് വിശ്വസിക്കുന്ന ബിദ്അത്തുകളാണ് ഇസ്ലാമികമായി ശർഈയായ വിഷയത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ കുല്ലു ഇബാദാത്തിൻ അഹ്ദസഹൻ നാസു ലൈസ ലഹാ അസ്ലുൻ ഫിൽ കിതാബി വസ്സുന്ന വലാ ഫി ഖുലഫാഇർ റാഷിദീൻ അർബഅ, അതായത് എല്ലാ ഇബാദത്തുകളും സുന്നത്തിലോ ഖുർആനിലോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലോ ഒരു തെളിവും അസ്ലുമില്ലാത്ത ബിദ്അത്തിനാണ് മതത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. അല്ലാതെ വീടുണ്ടാക്കുമ്പോൾ അത് അങ്ങനാക്കി, അല്ലെങ്കിൽ പിന്നെ അന്ന് പട്ടപ്പേരോണ്ടല്ലേ വീടുണ്ടാക്കി, ഇന്ന് കോൺക്രീറ്റ് കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്, അത് ബിദ്അത്തല്ലേ എന്ന് ചോദിക്കുന്ന അർത്ഥമല്ല, ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ മൗലിദ് കടന്നു വരുന്നത് അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് മൗലിദ് കടന്നു വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ചില വാരികകൾ, ചില മാസികകൾ ബലി പെരുന്നാൾ കഴിഞ്ഞാൽ ബലി പെരുന്നാളിനേക്കാളും ചിലപ്പോൾ ആഘോഷമായി വരുന്നത് മൗലിദാണ് എന്ന് എഴുതി വെച്ച വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് എൻ്റെ സമുദായത്തിന് 2 ഈദേ ഉള്ളൂ, അതൊന്ന് ഈദുൽ അദ്ഹയും 2 ഈദുൽ ഫിത്റും എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ കൃത്യമായ നസ്വിന് അല്ലെങ്കിൽ ഹദീസിന് വിരുദ്ധമായിട്ടാണ് ഈ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മൗലിദുൻ നബവി ഇവിടെ സാലിഹ് ഫൗസാൻ ചർച്ച ചെയ്യുന്നത് വളരെ കൃത്യമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം അദ്ദേഹം ചർച്ച ചെയ്യുന്നത് വമിൻ ഹാദ തശ്ബീഹ്
التشبيه بالنصارى في عمل ما يسمى بالاحتفال بالمولد النبوي يحتفل جهلة المسلمين أو العلماء المضلين في ربيع الأول من كل سنة بمناسبة مولد الرسول محمد صلى الله عليه وسلم فمنهم من يقيم هذا الاحتفال في المساجد ومنهم من يقيمه في البيوت أو الأماكن المعدة لذلك. അതായത് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഇതൊരു തശബ്ബുഹാണ്, ഒരു സാദൃശ്യപ്പെടുത്തലാണ്. ആരായിട്ട് സാദൃശ്യം? ക്രിസ്ത്യാനികളുമായി സാദൃശ്യപ്പെടുത്തണം. ക്രിസ്ത്യാനികളുമായിട്ടാണ് സാദൃശ്യപ്പെടുന്നത്. അത് നമുക്ക് ആ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണല്ലോ AD കണക്കാക്കുന്നത്. ഇപ്പം AD 325 എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന ഒരു വിളംബരം റോമിൽ വരുന്നത്. നമുക്കറിയാം, ഈ സിറിയയിലും പാലസ്തീനിലും ജെറൂസലേമിലുമുള്ള ക്രൈസ്തവർ പിന്നെ റോമിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റോമിൻ്റെ അന്നത്തെ ചക്രവർത്തി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയാണ്. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ ഭാര്യ ക്രിസ്തുമതത്തിൽ ആകർഷിച്ച ഒരു സ്ത്രീയായിരുന്നു. ഭാര്യയുടെ നിർബന്ധവുമെന്ന് ചില എൻസൈക്ലോപ്പീഡിയകൾ പറയുന്നുണ്ട്, ചില വിജ്ഞാനകോശങ്ങൾ, എത്രത്തോളം ക്രൈസ്തവ വിജ്ഞാനകോശങ്ങൾ വരെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തശബ്ബുഹ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. മുസ്ലിം സമുദായം എങ്ങനെയാണ് സാദൃശീകരിച്ചുകൊണ്ട് മറ്റു ആചാരങ്ങളിലേക്ക് കടന്നു വന്നത്, അപ്പോൾ എത്രമാത്രമാണ് ഈ മൗലിദ് ആഘോഷിക്കുന്നതിൻ്റെ ഗൗരവവും ആഘോഷിക്കാത്തവൻ്റെ ഇസ്ലാമിൻ്റെ സമീപനവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. AD 325 എഡിക്റ്റ് ഓഫ് മിലാനോടുകൂടി ക്രിസ്തു മതത്തെ റോമിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. റോമിൽ അന്ന് പിന്നെ പാഗൻ മതമാണ്, അതായത് മിത്രമതം എന്ന് പറയും. സൂര്യദേവനെ ആരാധിക്കുന്ന ആളുകളാണ്, മിത്രദേവനെ ആരാധിക്കുന്ന ആളുകളാണ്. അതിനുശേഷം AD 350 വേറൊരു കൗൺസിലുണ്ടായി അവിടെ, നിഖ്യ കൗൺസിൽ. അതിലാണ് യേശുവിൻ്റെ ദ്വിത്വം അംഗീകരിക്കുന്നത്. യേശുവിൽ 2 എണ്ണമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ത്രിത്വവും അംഗീകരിച്ച് അവിടെ ക്രൈസ്തവത പൂർണ്ണമാവുകയാണ്. ഇവിടെ AD 336 വേൾഡ് ബുക്ക് ഓഫ് എൻസൈക്ലോപീഡിയയും ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയയും ക്രൈസ്റ്റ് എൻസൈക്ലോപീഡിയയും അതുപോലെ തന്നെ മലയാളത്തിലുള്ള എല്ലാ ക്രൈസ്തവ അടിസ്ഥാന ഗ്രന്ഥങ്ങളും ഞാനതിൻ്റെ ഒറിജിനൽ പരിശോധിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനലുകളുണ്ട്. ഒറിജിനലുകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അത് എല്ലാം കൃത്യമായി പറയുന്നു. AD 336 ശേഷമാണ് 6 ക്രിസ്തു മതത്തിൽ അവരുടെ ജന്മദിനം, യേശുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത്. ഇത് ആഘോഷിച്ചത് എങ്ങനെയാണ് അതും ശ്രദ്ധിക്കണം. വല്ലാത്തൊരു ഇതാണത്. റോമിലെ മിത്രദേവൻ്റെ ജന്മദിനം ഡിസംബർ 25 മിത്രദേവൻ റോമിലെ ഒരുപാട് കാര്യം, ഉദാഹരണം കുരിശുമരണം, അതുപോലെ തന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പ്, പെസഹ വ്യാഴം, അതുപോലെ തന്നെ മറ്റ് എല്ലാ ആചാരങ്ങളും ഈ റോമിൽ നിന്ന് വന്നതാണിത്. ഈ ദിവസമുള്ള ആചാരങ്ങൾ, അതിന് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതി റോമിൽ നിന്ന് വന്നതാണ്. ഈ മതങ്ങളിൽ നിന്ന് കൊണ്ടും കൊടുത്തും എന്നുള്ള. അപ്പോൾ നമ്മൾ ആലോചിക്കുക, മുസ്ലിം സമൂഹം എവിടെ കൊടുത്തു, എവിടെ നിന്ന് വാങ്ങി എന്നുള്ളത്. അങ്ങനെ ഇവിടെ ഈ ക്രൈസ്തവ വിഭാഗം ഈ ആഘോഷത്തെ 336 ആഘോഷമാക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തെളിവില്ല. എന്ത് തെളിവ്? റോമിൽ നിന്ന് കടമെടുത്തതല്ലാതെ. ഇനി ഇസ്ലാമിലേക്ക് വരും. എന്നാ നബിദിനം തുടങ്ങിയത്? നബിദിനം തുടങ്ങിയത് പള്ളി ദർസ് പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ്റെ പരിഭാഷ ഇആനത്ത് ത്വാലിബീനിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. വലം യഹ്ദുസ് ഫി അഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മൗലൂദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 2-ാം വാള്യമിൽ നോക്കേണ്ടതാ. തഴവ കുഞ്ഞു മുഹമ്മദ് വലി കരുനാഗപ്പള്ളിയിലെ തഴവ ജീവിച്ച സമസ്തയുടെ തൗഹീദിൻ്റെയും തസവുഫിൻ്റെയും ഫിഖ്ഹിൻ്റെയും പണ്ഡിതനാണ്. അദ്ദേഹം എഴുതി വെക്കാണ് സഖാവി എന്ന് പറഞ്ഞ പണ്ഡിതൻ. സഖാവി എന്ന് പറഞ്ഞത് 700 ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മൗലൂദ് പിന്നെ കടന്നു വന്നതാണ്. അതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് വരാം.
അപ്പോൾ ഒന്നും കൂടി വരുമ്പോൾ ഹിജ്റ നേരത്തെ ക്രിസ്തു മതത്തിൻ്റെ AD 316 ഇവിടെ ഹിജ്റ 362 ഫാത്തിമിയ ഭരണകൂടമായ പിന്നെ ഷിയ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള അൽ മുഅസ്സു ലി ദീനില്ല എന്ന ചക്രവർത്തിയാണ്. നേരത്തെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് പകരമായി ഇവിടെയും ഒരു ചക്രവർത്തിയുടെ ഭരണത്തിലാണ് കടന്നു വരുന്നത്. പിന്നെ ഇറാഖിലെ ഇർബിൽ വെച്ച് മുസഫർ രാജാവിൻ്റെ 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പിന്നെ അബ്ദുൽ അസീസ് സയ്യിദ് അൽ ഖുക്ബൂരി എന്ന് പറയുന്ന അതിന് സാമ്യമായൊരു പേരാണ്. അദ്ദേഹമാണ് പിന്നെ ഇത് വിപുലമാക്കി വരുന്നത്. ക്രിസ്തു മതത്തിൽ ഇത് വിപുലമാകുന്നത് 1100-ലാണ്. 1500-ലാണ് ക്രിസ്മസ് കാർഡുകൾ വരുന്നത്. ഇനി ഇതിനെ എതിർത്തിരുന്ന ആളുകളുണ്ടായി. പ്രൊട്ടസ്റ്റന്റുകാർ വളരെ ശക്തമായി എതിർത്തിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും എതിർത്തിരുന്നു. എന്നാൽ അതെല്ലാം ആകെ വെച്ചുകൊണ്ട് അന്നത്തെ തൗഹീദിൻ്റെ ആളുകളായ അരിയൂസ് വിഭാഗത്തെ അരിഞ്ഞു കളയുകയായിരുന്നു ഇന്നത്തെ ബിദഅത്തിൻ്റെ വിഭാഗമായ അത്തനാഷിസ് വിഭാഗം. ഇതെല്ലാം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലും അതുപോലെ തന്നെ വേൾഡ് ബുക്ക് ഓഫ് ഇതിലും എല്ലാത്തിലും പരന്നു കിടക്കുന്ന തുറന്ന സത്യമാണിത്. അപ്പം ഇത് നമുക്ക് സാദൃശ്യമാണ് ഇവിടെ പറയുന്നത്. അത്രയും കൃത്യമായ സാദൃശ്യമാണ് മൗലിദിന് ക്രൈസ്തവതയോട് ഉള്ളത്. അതുകൊണ്ടാണ് സ്വാലിഹ് ഫൗസാൻ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ വരി തന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഈ രണ്ടാമത് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ മൗലിദിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കഇൻശാഇൽ ഖസാഇദില്ലതി ഫീഹാ അൽ-ഉലൂ ഫി ഹഖ്ഖി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ദർജതി ദുആഇഹി മിൻ ദൂനില്ലാഹി വൽ ഇസ്തിആസതി ബിഹി. രണ്ടാമത് ഈ മൗലൂദിൽ കാണുന്നത് എന്താണ്? റസൂലിൻ്റെ അടുക്കിലേക്കുള്ള പാട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഈ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകളുടെ പ്രത്യേകത വെച്ചാൽ ആ പാട്ട് ചെന്ന് അവസാനം എത്തുന്നു ഇലാ ദറജതി ദുആഇഹി മിൻ ദൂനില്ലാഹി വൽ ഇസ്തിആസതി ബിഹി. റസൂലിനോട് പ്രാർത്ഥിക്കുന്ന പദവിയിലേക്ക് എത്തുന്നു. വൽ ഇസ്തിഗാസതി ബിഹി, അദ്ദേഹത്തോട് ഇസ്തിഗാസ ചെയ്യുന്ന രീതിയിലും എത്തുന്നതാണ്. ഇനി ഇതോടുകൂടി മറ്റേ പറയേണ്ടത് ഈ കൃഷ്ണജയന്തി എന്ന് പറയുന്നതും അത് പറയാം. നമ്മുടെ നാട്ടിൽ 3 ജയന്തിയാണ് പരിചയമുള്ളത്. ഇതിനും അസുലില്ല കേട്ടോ. ദ്വാപരയുഗത്തിൽ ജനിച്ച കൃഷ്ണൻ കലിയുഗത്തിലാണ് ജന്മദിനം വരുന്നത്. കൃഷ്ണൻ്റെ ഉപദേശമാണ് ഗീതയിലെ 18 അധ്യായം. 18 അധ്യായം അർജുന വിഷാദം യോഗം മുതൽ മോക്ഷസന്യാസ യോഗം വരെ ഒരൊറ്റ വചനത്തിലും പിന്നെ അർജുന് കൊടുക്കുന്ന മനോഹരമായ ജീവിതത്തെപ്പറ്റി, പരലോകത്തെപ്പറ്റി, തൗഹീദിനെപ്പറ്റി, മോക്ഷത്തെപ്പറ്റി നൽകുന്ന ഒരൊറ്റ ഉപദേശത്തിലും എൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു പറയാത്ത പോലെ, ഈസാ നബി സ്വല്ലല്ലാഹു വസ്സലാം പറയാത്ത പോലെ, മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാം പറയാത്തതുപോലെ. ഇതിലുള്ള മറ്റ് രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ ഏറ്റവും അപകടമെന്ന് പറയുന്നത് ഇതിൽ മദ്ഹുകളാണ്. അപ്പോൾ ഇവർ ചോദിക്കും, അല്ല റസൂലിനെ മദ്ഹ് ചെയ്യട്ടെ? അറബി ഭാഷയിൽ മദ്ഹുണ്ട്, ദമ്മുണ്ട്, ഹജ ഉണ്ട്. നമ്മൾ ഈ സാഹിത്യത്തിൽ അത് കാണാൻ കഴിയും. മദ്ഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണത്. ദമ്മ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കലാണ്. ഹജ എന്ന് പറഞ്ഞാൽ പിന്നെ ദമ്മ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കൽ, ഹജ എന്ന് പറഞ്ഞാൽ തകർത്ത് ആക്ഷേപിക്കൽ. ഇതിന് 3ലും പ്രസിദ്ധരായ കവികളുണ്ടായിരുന്നു. മദ്ഹിന് ഇസ്ലാമൊന്നും എതിർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തലഅൽ ബദ്റു അലൈന എന്ന് പാടിയപ്പോൾ, മദീനക്കാർ പാടിയപ്പോൾ റസൂൽ എതിർത്തോ? ബദർ യുദ്ധത്തിൻ്റെ സ്മരണ വന്നപ്പോൾ അവർ ഒരു പാട്ട് പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ അദിൻ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിർത്തിക്കോളൂ, ഞങ്ങൾക്കൊരു നബി ഉണ്ട്, നാളത്തെ കാര്യം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ പറഞ്ഞു. ആ പാട്ട് പാടരുത് എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദാണ്, അവൻ്റെ റസൂലാണ്. അള്ളാഹുവിനല്ലാതെ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. പാടാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ജാഹിലിയ കവിയായിരുന്നു. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മനോഹരമായ മദ്ഹുണ്ട്, അതിനൊന്നും നമ്മളെതിരല്ല. وضم الله اسم النبي إلى اسمه إذ قال في الخمس المؤذن أشهد. അള്ളാഹു അവൻ്റെ പേരിനെ റസൂലിൻ്റെ പേരിലേക്ക്, റസൂലിൻ്റെ പേരിനെ അള്ളാഹിൻ്റെ പേരിലേക്ക് കൂട്ടി വായിക്കാൻ പറഞ്ഞു. 5 നേരം മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അത്
1-ാം നമ്പർ മദ്ഹ. ഇനി കേൾക്കണം, അടുത്ത അതിനും വലുതാണ്. وشق له من اسمه ليجله فذو العرش محمود وهذا محمد. അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് ഒരു മുറിച്ചുകൊണ്ട് മുഹമ്മദിന് കൊടുത്തു. ഫദുൽ അർശി മഹ്മൂദു, അർശിലിരിക്കുന്നവൻ സ്തുതിക്കപ്പെട്ടവനാണ്. ഹംദ് അവനുള്ളത്. ആരാ? മറ്റുള്ളവനോ? വഹാദ മുഹമ്മദു, ഇത് ജനങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനാണ്. സ്തുതി അർഹമായത് അള്ളാഹുവാണ്. സ്തുതിക്കപ്പെടുന്നവൻ പെടേണ്ടത്, പ്രാർത്ഥിക്കപ്പെടേണ്ടത്, അല്ല പ്രാർത്ഥന നൽകേണ്ടത് പ്രവാചകനാണ്. അപ്പം അത്രയും പേരിൽ നിന്ന് പോലും അള്ളാഹു ഹംദ് എന്ന പേരിൽ നിന്ന് മുഹമ്മദിനെ മുറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നബിയ്യുൻ നതാനാ ബഅദ യഅസിൻ വഫത്രത്തിൻ മിനർ റസൂലി വൽ ഔസാനു ഫിൽ അർളി തുഅബദു. ഒരു കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നത്. ഭൂമിയിലൊക്കെ ബിംബങ്ങൾ ആരാധിക്കപ്പെടുമ്പോൾ ഇനിയൊരു മദ്ഹ പറയുന്നത് ഫഅംസാ സിറാജൻ മുസ്തനീറൻ ഹാദിയാ യലൂഹു കമാ ലാഹ സഖീലുൽ മുഹന്നദു. ഇന്ത്യയിൽ നിർമ്മിച്ച വെട്ടിത്തിളങ്ങുന്ന വാള് തിളങ്ങുന്ന പോലെ തിളങ്ങുന്നവനാണ് ഞങ്ങളുടെ പ്രവാചകൻ. ശത്രുക്കളെ മനസ്സിലാക്കിക്കോ. അവസാനം എവിടെ തിന്നൊരു കവിത, അത് ശ്രദ്ധിക്കണം. നമ്മളെ കവിതയ്ക്ക് അവസാനം പോകുന്നത് വേറെ, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ലക്കൽ ഖൽഖു വന്നഅമാഉ വല്ലംറു കുല്ലുഹു ബിഇയ്യാക നസ്തഹ്ദി വഇയ്യാക നഅ്ബുദു. ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ കവിത അങ്ങനെ അവസാനിക്കുന്നത്, അല്ലാഹ് നിനക്കാണ് സൃഷ്ടി, എല്ലാ സൃഷ്ടിപ്പും നിൻ്റെതാണ്, നിനക്കാണ് സ്തുതി, അനുഗ്രഹങ്ങളെല്ലാം നിന്നിൽ നിന്നാണ്, നിന്നോടാണ് ഞങ്ങൾ ഹിദായത്ത് ചോദിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഇതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ബുർദ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മദജ്തദം മൻജറാ ബിമുഖലത്തിൻ മിൻ ദമി. നമ്മളെ സഖാഫിക്കൊക്കെ നല്ല അറിയാത്. നമ്മൾ ബുർദ നമ്മൾ ദർസിൽ പാടിയെന്നാണ്. അതായത് ഇമാം ബൂസിയുടെ ബുർദ വളരെ ഫേമസ് ആണ്, അറബ് ലോകത്തൊക്കെ ഫേമസ് ആണ്. അതിൽ ആദ്യമൊക്കെ അങ്ങനെ ഒരു പ്രകൃതിയെ വർണ്ണിച്ച് വരികയാണ്. അതിലൊരു മനോഹരമായ വരിയുണ്ട്. അത് അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അത് ആദ്യത്തെ ആ ബുർദ വായിക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ വരും. ക്രിസ്ത്യാനികൾ നബിനെ പുകഴ്ത്തിമാരി പുകഴ്ത്തരുതിട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നബിനെ പുകഴ്ത്തിക്കോളി. പിന്നെ ബുർദ അവസാനിക്കുമ്പോൾ വരുന്നുണ്ട് മാലി മൻ അലൂദു ബിഹി സിവാക എന്ന് പറയുന്നൊരു കവിതയാണ്, മറന്നുപോയിപ്പോൾ. അതായത് റസൂലെ ആരാണ് എനിക്ക് അഭയം ലഭിക്കാനുള്ളത്? എനിക്ക് താങ്കളല്ലാതെ പിന്നെ ആരാണ് അഭയം ലഭിക്കാനുള്ളത്? യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. അന്ത്യനാളെന്ന ഭീകര അത് വരുമ്പോൾ എന്നെ സഹായിക്കാൻ ആരാണുള്ളതെന്നാ. അത് പിന്നെ കൺഫ്യൂഷനാണ്. പിന്നെ വ്യാഖ്യാനം പല വ്യാഖ്യാനം കേട്ടോ. പണ്ടത്തെ വ്യാഖ്യാനം ഇപ്പോഴത്തെ വ്യാഖ്യാനമൊക്കെ മാറ്റി വ്യാഖ്യാനം എല്ലാം നമുക്ക് വായിക്കാൻ കിട്ടുമ്പോൾ പുസ്തകങ്ങളായിട്ടും പിന്നെ അതിൻ്റെ അറബി മലയാളമായിട്ടും കിട്ടും, മലയാളമായിട്ടും കിട്ടും, അറബി ആയിട്ടും കിട്ടും. ഇനി അടുത്തതാണ് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതുഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. എന്തൊരു മാരകമായ പ്രയോഗമാണ്. റസൂലെ, താങ്കളുടെ ഔദാര്യമാണ് ഈ ദുനിയാവ്. വദറതുഹാ രണ്ടർത്ഥമുണ്ട്. ഇതിൻ്റെ പച്ചപ്പൊന്നും അല്ലാതെ ഈ ആഖിറത്തൊന്നും അർത്ഥമുണ്ട്. വമിൻ ഇൽമിക വമിൻ ഉലൂമിക, താങ്കൾക്ക് ഇൽമുണ്ട്. ഇൽമുൽ ലൗഹ്, ലൗഹുൽ മഹ്ഫൂദിൻ്റെ ഇൽമ് താങ്കളുടെ കയ്യിലുണ്ട്. വഇൽമുൽ ഖലം, ഇൽമു ഖലം എന്ന് പറഞ്ഞാൽ അത് ഹദീസ് കാണാൻ കഴിയും. ഉക്തുബ് മഖാദിറ സമാവാതി വൽ അർദ് ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ് മഖാദിറ സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികൾ എപ്പോൾ അവസാനിക്കും, അതിൻ്റെ എല്ലാ വിഷയവും
പേനെ നീ എഴുതി എന്ന് പടച്ചവൻ പറഞ്ഞ ഇൽമു മുഴുവൻ റസൂലുണ്ട്. ഇതാണ് ഇവർ കവിത എഴുതിയാൽ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാലിഹ് ഫൈസാൻ പറഞ്ഞത് പിന്നെ ഈ മദ്ഹുകൾ അത് പാടി പ്രവാചകനേക്കുള്ള പ്രാർത്ഥനയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഖുല്ലാ അംലികു നഫ്സി ദർറൻ വലാ നഫ്അ, എനിക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയില്ല ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചല്ലാതെ. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് ഖൈറുണ്ടാക്കാമായിരുന്നു. ഞാനന്ന് ത്വായിഫിലേക്ക് യാത്ര പോകുമായിരുന്നില്ല. എന്നവർ തച്ചോടിക്കുമെന്ന ഐബുണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ പല്ല് പൊട്ടുമെന്ന ഐബുണ്ടായിരുന്നുവെങ്കിൽ, അത് വമാ മസ്സനിയ സൂ, എനിക്കൊരു ഉപദ്രവവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇൻ അന ഇല്ലാ നദീറുൻ ബഷീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളെ ഞാൻ നദീറാണ്, ഞാൻ ബഷീറാണ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. അല്ലാതെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഗൈബിയായ ഒന്നുമില്ല എന്ന് സൂറത്ത് അറാഫിലെ 188-ാമത്തെ വചനത്തിൽ പറയുന്നു. അപ്പോൾ പിന്നെ ഈ പുകഴ്ത്തലവിടെത്തി. ഈ മാലകൾ പലതിട്ട് നമ്മൾ ഈ മാല മൊഹിദ്ദീൻ മാല മുതൽ മങ്കൂസ്, പിന്നെ റിഫായി മാല, പിന്നെ എന്താ നൂൽമാല, ചന്ദിരി സുന്ദരി മാല എന്നൊക്കെ, തൗഹീദ് മാല, പല മാല ഉണ്ട്. ഖദീജ ബീവിനെ പറ്റിയുള്ള മാല ഉണ്ട്, എല്ലാ മാലകളുണ്ട്. അതിൽ ഒരു മാലയാണ് മെഹ്മൂദ് മാല. അതിൽ മനോഹരമായൊരു കവിതയുണ്ട്. അതായത് മീമറ്റ അഹ്മദും ഞാനെന്ന് ചെന്നോവർ, വീണ്ടും ഐനറ്റ അറബി ഞാനെന്ന് ചെന്നോവർ. ഒക്കെ എന്താ മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായോ? എന്തൊരു മഹാ അപകടമാണ് ഈ പറഞ്ഞത്. ഞാൻ അത് എഴുതി കാണിക്കേണ്ടി വരും. മീമറ്റ അഹ്മദ്, അഹമ്മദിൻ്റെ മീമൺ അറ്റുപോയി. എന്താ ബാക്കി? അഹദ്, അത് ഞാനാണ്, റസൂലാണ്. നഊദു ബില്ലാഹ്. വീണ്ടും ഐനറ്റ അറബി ഞാനെന്ന് ചൊന്നോവർ. ഐന് അറബിന്ന് ഐനാണ് പോയി. എന്താ ബാക്കിയുള്ളത്? റബ്ബി. പിന്നെ ഇവിടെ ഗ്രാമറോ തൻവീനോ ഫത്ഹോ യറാബെന്ന് ചോദിക്കത്തിട്ടോ, അത് അങ്ങനത്തെ ഭാഷയാണത്. അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഐനിൻ്റെ ഐനാണ് പോയി, അറബിൻ്റെ ആ റബി. ബാക്കി വായിച്ചാണ് റബ്ബി, ഞാൻ തന്നെ റബ്ബ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടാകും. അത്ര സ്ട്രോങ് ആയിട്ട് പറയും. ഇതൊക്കെ നമ്മൾ നുണ പറയില്ല. ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും സംശയം ഞാൻ കൊടുക്കാം. അദ്ദേഹം ഇതിൽ പറഞ്ഞ് മങ്കൂസ് മൗലൂദിലൊക്കെ എത്തുന്നത് എവിടെ എത്തിയെന്നറിയോ? പറഞ്ഞത് ഫവുലിദ ബിവജ്ഹിൻ നഖ്ജല ഖമറൻ വഫർഖദ ഇല്ലാഹു വല്ലദി തവസ്സല ബിഹി ആദമു വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തആസ ബിഹി നൂഹ് അലൈഹിസ്സലാം ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ ലഹ്ബുഹാ മുഹ്മദൻ. അതായത് പ്രവാചകനെ പുകഴ്ത്തി പറയാണ്, ആദമിനെ ഇവിടെ ജനിപ്പിക്കാൻ വേണ്ടി തവസ്സുൽ ചെയ്ത് റസൂലാണെന്ന്. റസൂലിൻ്റെ തവസ്സുലുണ്ട് ആദമാണ് ജനിച്ച്. വേറെ സ്ഥലത്ത് അതിനേക്കാൾ അത്ഭുതം പറയുന്നുണ്ട്. കാരണം റസൂലിനൊരു വാലിദാകുന്നുള്ള ആദമിന് ഭയങ്കര ക്രെഡിറ്റായിരുന്നു എന്നാണ്. അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായതെന്ന്. അപ്പോൾ അതിന് തെളിവുണ്ട്. അതിന് തെളിവ് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ആ തെളിവാണ് കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല അൻ യുഖ്ലഖ ആദമു, അല്ലെങ്കിൽ ഖബല യഖ്ലുഖ ആദമ. രണ്ട് രീതിയിൽ അറബ് വായിക്കാം. ആദം ജനിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രകാശമായി പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രകാശം ആദമെന്ന ആ മൺകട്ടയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ആദമിൻ്റെ മുഖത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇത് ഖാദിയാനികൾ, മീർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി പിന്നെ മറിയമിൻ്റെ പള്ളിയിൽ കയറി അലൈഹിസ്സലാത്തു വസ്സലാം, വളരെ ഒരു ദുർബലമായ വളരെ ഭീകരമായ വാദങ്ങളാണൊക്കെ, കയറി പുറത്തു വന്ന കഥ പറയുന്നുണ്ട്. അതേപോലെയുള്ള കഥയാണ്. നൂഹ് നബി കപ്പലിന് വേണ്ടി കപ്പൽ കയറിയപ്പോൾ വെള്ളം വന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഇസ്തിആസ ചെയ്തത് എന്നെ കൊണ്ടാണ്, റസൂലിനെ കൊണ്ടാണ്. ഇബ്രാഹിം നബി തീയിൽ കരിയാതെ പോയത് അത്
റസൂലിനെ കൊണ്ടാണ്. ഇനി നിങ്ങൾ പറയും ഈ മൗലിദ് ആഘോഷിക്കണോ എന്നുള്ളത്. ഇനി സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകളൊക്കെ പറയുന്ന ഈ മൗലിദ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഗൗരവം എന്താണ്? അതുകൂടി മനസ്സിലാക്കുക. ഇതിൽ വേറെ ചില കൂടി മനസ്സിലാക്കുക. ഇതിൽ ഈ പണ്ഡിതന്മാരെയാണ് പിൻപറ്റുന്നത്. പണ്ഡിതന്മാരാരാണ് പറഞ്ഞെന്നതാണ്. ഇമാമികൾ 4 ഇമാമികൾ. ആദ്യത്തെ ഇമാമാണ് ഇമാം അബൂ ഹനീഫ, ഹിജ്റ 152 മരിക്കുന്നത്. രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക്, ഹിജ്റ 179 മരിക്കുന്നത്. മൂന്നാമത്തെ ഇമാമാണ് ഇമാം ഷാഫി, ഹിജ്റ 204 മരിക്കുന്നത്. നാലാമത്തെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഹിജ്റ 241 മരിക്കുന്നത്. ഈ ഇമാമിങ്ങൾ ആരും മൗലിദ് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇമാമിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇമാം ഷാഫി 204 മരിക്കുമ്പോഴാണ് പറഞ്ഞത് വഇൻ സഹൽ ഹദീസു ഫഹു മദ്ഹബി, ഹദീസ് കണ്ടാൽ അത് സ്വീകരിക്കാം, അതാ മദ്ഹബ്. ഇമാം ഷാഫി മരിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ വയസ്സ് 10 വയസ്സാണ്. ഹിജ്റ 194 ഇമാം ബുഖാരി ജനിക്കുന്നത്. ഇമാം ഷാഫി മരിക്കുന്നത് ഹിജ്റ 204, 10 വയസ്സാണ്. ഇത് പഠിച്ചു വെച്ചോളി, നമ്മൾ ഇത് പഠിച്ചു വെക്കണം. എന്തെങ്കിലും മദ്ഹബിനെ അംഗീകരിക്കാത്തത്? മദ്ഹബാണ് വലുത്, ഒക്കെ ഹദീസ് പണ്ഡിതന്മാരാണ് വലുത് പറയുമ്പോൾ നമുക്കുള്ള മറുപടിയാണ് മദ്ഹബിൻ്റെ ആകെ പണ്ഡിതന്മാർ ജീവിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാത്രമാണ് ഇമാം ബുഖാരിയുടെ കാലഘട്ടം ജീവിച്ചത്. ഇമാം മുസ്ലിം ജനിക്കുന്നത് ഹിജ്റ ഇമാം ഷാഫി 206 ഇമാം ഷാഫിയുടെ മരണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇമാം തിർമിദി ജനിക്കുന്നത് ഹിജ്റ 209 ഇമാം ഷാഫിയുടെ മരണത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പണ്ഡിതന്മാർ കാണാത്ത ഹദീസുകളാണ് ഈ പണ്ഡിതന്മാർ കണ്ടത്. ഇവരാണ് നമുക്ക് പറയുന്നത്, ഇവരുടെ ഷറഹിലാണ്, ഇവരുടെ ഗ്രന്ഥങ്ങളിലാണ് ബിദ്അത്തിനെ പഠിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ വിഷയത്തിൽ മൻ അഹദസ ഫി അംരിന മാ ലൈസ ലഹു മിൻ അംരിന ഫഹുവ റദ്ദുൻ, അല്ലെങ്കിൽ ഇതുപോലെ സാമ്യമായ ഹദീസുകളൊക്കെ വരുന്നത് ഞാൻ പറയാത്തത് കൽപ്പിച്ചാൽ അത് ബിദ്അത്താണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്നൊക്കെ പറയുന്നത് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച. അപ്പോൾ ഇവരൊന്നും മൗലിദ് ആഘോഷിച്ചിട്ടില്ല, ഇവർക്കൊന്നും തെളിവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ബാബ് അവസാനിക്കുമ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും, അധികം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി വരെ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥത്തിൽ വരെ ഹജർ അസ്ഖലാനി മുതൽ എല്ലാ ആളുകളും പറയുന്നത് ഇത് അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്സാലിഹി മിനൽ ഖുറൂനി സാലിസ. 3 നൂറ്റാണ്ടുകളായി വരെ ഒരു സലഫ് സാലികളിൽ നിന്നും ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പുത്തൻ മതത്തിലേക്ക് കടത്തിക്കൂട്ടിയ ഒരാശയമാണ് ഇത് കടത്തിക്കൂട്ടിയത്. അത് ക്രൈസ്തവരിൽ നിന്നോ ജൂതരിൽ നിന്നോ ആണ്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയത്, നിങ്ങൾ ലതതബിഉന്ന ഉമമ മിൻ ഖബലിക്കും ശിബ്റൻ ബിശിബ്റിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ഹുജ്റ വബ്ബത്തിൻ ലദഖൽതുമുഹു. നിങ്ങൾ അവരെ ചാണിന് ചാണായിട്ട് പിൻപറ്റും. അവരിൽ നിന്ന് അവർ ഉടുമ്പിൻ്റെ മാളത്ത് പോയാൽ നിങ്ങൾ അവിടെ പ്രവേശിക്കും. അടിയന്തരം, ചാവടിയന്തരം, ആണ്ട്, നേർച്ച, വഴിപാട് എല്ലാം മറ്റ് ജാതികളിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ കഴിയും. അള്ളാഹു ബിദ്അത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനും ബിദ്അത്തിനെ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാനും പടച്ചവൻ ഈ സംഘത്തിന് കരുത്ത് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.